ചെങ്കൊടിയിലല്ല, ഈ സമരത്തിലും അല്ലെങ്കിൽ പ്രക്ഷോഭത്തിലും സമരത്തിലും വിപ്ലവത്തിലും ഒന്നുമല്ല. യഥാർത്ഥത്തിൽ ഒരു നാടിന്റെ വികസനവും വളർച്ചയും സാധ്യമാകുന്നത് മുതലാളിത്തം വഴിയാണ് എന്ന് പറഞ്ഞതിനെയാണ് ഇന്ന് പിണറായി വിജയൻ മുതൽ പി രാജീവ് വരെയുള്ള നേതാക്കന്മാർ ആഘോഷിക്കുന്നത്. കേരളം ചർച്ച ചെയ്യണം ഈ ലേഖനമെന്ന് ആവശ്യപ്പെടുന്നു. ഐ എം സോ ഹാപ്പി. നിങ്ങൾ ഈ പറയുന്ന കാര്യം കേരളത്തിലെ സഖാക്കന്മാരോട് മലയാളത്തിൽ, അവർക്ക് മലയാളം മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു. ഇത് നിങ്ങൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് അംഗീകരിച്ചാൽ എനിക്ക് അവരോടുള്ള ആശയപരമായ എതിർപ്പിൽ വലിയൊരു ഭാഗത്തിന് മാറ്റം വരും. വലിയൊരു ഭാഗത്തിന്. കാരണം ഞങ്ങളൊക്കെ നാടിന്റെ രാജ്യത്തിന്റെ വികസനം സാധ്യമാകണം, സാമ്പത്തിക വളർച്ചയുണ്ടാകണം, യുവാക്കൾക്ക് തൊഴിലുണ്ടാകണം, നമുക്ക് കുറച്ചുകൂടി നല്ല നിലയിൽ നമ്മുടെ ജീവിത സാഹചര്യം ഉയർത്താൻ കഴിയണം. അതിന് ഈ രാജ്യത്ത് ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് ഉദാരവൽക്കരണത്തിന്റെ, സ്വകാര്യവൽക്കരണത്തിന്റെ, ആഗോളവൽക്കരണത്തിന്റെ നയങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ തലമുറകളോളം വേട്ടയാടി. അപ്പോൾ ഒരുപക്ഷെ ശരിയായിരിക്കും, ഒരുപക്ഷെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ നിലയിലേക്ക് ഇതിനെ ഏറ്റെടുക്കാൻ കാരണം ഞാനും ഒരു പരിധി വരെ അത് അംഗീകരിക്കുന്നു. കാരണം ഞങ്ങളാരും പറഞ്ഞാൽ അവർ അംഗീകരിക്കത്തില്ല. ഇപ്പോൾ ഒരു വിശ്വപൗരന്റെ സ്റ്റാറ്റസ് ഉള്ള അല്ലെങ്കിൽ ആ ഒരു നിലയിലുള്ള സ്റ്റേച്ചറുള്ള ശശി തരൂർ അത് പറഞ്ഞു, ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. അവരത് അക്സെപ്റ്റ് ചെയ്തതിൽ ഈ വിഷയം കേരളം ചർച്ച ചെയ്യുന്നതിനേക്കാൾ മുമ്പ് കേരളത്തിലെ സഖാക്കന്മാരാണ് ചർച്ച ചെയ്യുന്നത്. സാധാരണ സഖാക്കൾ, ഒരു തൊഴിലാളി വർഗം എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന, മുതലാളിത്തം ഞങ്ങളുടെ, അല്ലെങ്കിൽ മുതലാളിത്തം ഞങ്ങളുടെ ശത്രുവാണ് അല്ലെങ്കിൽ വർഗശത്രുവാണ് എന്ന് ഇത്രയും കാലം പറഞ്ഞു പഠിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ തിരിച്ചു പറഞ്ഞു. വാട്ട് തരൂർ സെഡ് ഇസ് റൈറ്റ്. തരൂർ പറഞ്ഞ സത്യമാണ്. ഞങ്ങളും ഇന്ന് വിശ്വസിക്കുന്നത് മുതലാളിത്തമാണ് ഇതിന്റെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ വികസനത്തിനും വളർച്ചയ്ക്കുമുള്ള മാർഗമെന്ന് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ചതിൽ, പറഞ്ഞതിൽ, അല്ലെങ്കിൽ അതിനെ ഏറ്റെടുത്തതിൽ, അത് കേരളം ചർച്ച ചെയ്യണം എന്ന് ആഗ്രഹിച്ചതിൽ ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഉള്ള സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, തരൂരിന്റെ ലേഖനത്തിൽ അദ്ദേഹം കേരളത്തിന്റെ നമ്പർ 1 പൊസിഷനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. If true and not just hyperbole, this is an astonishing development. Not just single window approvals, but approvals of unbelievable rapidity seem to happening. As Rajiv pointed out, Kerala has significantly improved its ranking in ease of doing business, moving from 28 out of 29 states to a top position. ഇതാണ് അദ്ദേഹം കേരളത്തിന്റെ നമ്പർ 1 എന്ന സ്റ്റാറ്റസിനെ കുറിച്ച് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തരൂരിന്റെ ഓൺ ഒപ്പീനിയൻ പറഞ്ഞതായി കാണുന്നില്ല ഇതിനകത്ത്. ഇഫ് ട്രൂ ആൻഡ് നോട്ട് ജസ്റ്റ് ഹൈപ്പർബോൾ, പറഞ്ഞത് സത്യമാണെങ്കിൽ, പറഞ്ഞത് യാഥാർത്ഥ്യമാണെങ്കിൽ ഇത് വലിയൊരു നേട്ടമാണ്. നോട്ട് ജസ്റ്റ് സിംഗിൾ വിൻഡോ അപ്രൂവൽസ് മാത്രമല്ല, റാപ്പിഡ് സിസ്റ്റം ഹാപ്പനിങ്. ആസ് രാജീവ് പോയിന്റഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ പി രാജീവ് എന്ന കേരളത്തിന്റെ വ്യവസായ മന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കേരള ഹാസ് സിഗ്നിഫിക്കന്റ്ലി ഇംപ്രൂവ്ഡ് ഇറ്റ്സ് റാങ്കിങ് ഇൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, മൂവിംഗ് ഫ്രം 28 out of 29 states ടു ടോപ്പ് പൊസിഷൻ. അതായത് അതാണ് അദ്ദേഹം കഴിഞ്ഞ കുറെ കാലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പി രാജീവും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രചരണം എന്ന് പറയുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം നമ്പർ 1 ആയി എന്ന് പ്രചരിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോഴും അദ്ദേഹം സമാനമായ രീതിയിൽ അവകാശവാദം ഉന്നയിക്കുകയുണ്ടായി. പക്ഷെ ഞാൻ കാറ്റഗോറിക്കലി പറയാൻ ആഗ്രഹിക്കുന്നു, ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഇൻ ഫാക്ട് മിസ്ലീഡിംഗ് ഓർ ഇറ്റ്സ് റോങ്. അതായത് കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്പർ 1 ആണെന്നുള്ള റാങ്കിങ് കേന്ദ്ര സർക്കാർ കൊടുത്തു എന്നത് തെറ്റായ റോങ് ഫാക്ച്വലി റോങ്. ദർ ഇസ് നത്തിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. സോ തരൂർ ഈസ് ജസ്റ്റിഫൈഡ് ഇൻ റൈറ്റിംഗ് ദിസ്. കാരണം അദ്ദേഹം രാജീവ് പറഞ്ഞത് ശരിയാണെങ്കിൽ എന്ന് പറഞ്ഞതാണ്. ഇപ്പോ ഈ LDF സർക്കാരും രാജീവും നടത്തുന്ന PR വർക്കിൽ ദിസ് എ മിസ്ലീഡിംഗ് ഫാക്ട് ഓർ എ റോങ് ഫാക്ട്. ഞാൻ വീണ്ടും വളരെ കോഷ്യസായ വാക്കുകൾ ഉപയോഗിക്കുകയാണ്. ദിസ് ഇസ് എ മിസ്ലീഡിംഗ് ഓർ റോങ് ഫാക്ട്. ഞാൻ കാറ്റഗോറിക്കലി എന്റെ ബഹുമാനായ നേതാവ് ശ്രീ ശശി തരൂർ അടക്കം മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയാണ്, ദ ഫാക്ട് വിച്ച് യു റെഫേർഡ് ഫ്രം രാജീവ് ഈസ് അബ്സല്യൂട്ട്ലി റോങ് ആൻഡ് മിസ്ലീഡിംഗ്. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാമെന്ന്. കാരണം
ഞാൻ ആധികാരികമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ റാങ്കിങ് 1 കേരളം എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ ഇന്ന് വരെ ഒരു കാര്യവും എഴുതിയിട്ടില്ല. ഒരു കാര്യം ഒരു ഇതുമില്ല. ദാറ്റ് ഐ കെൻ പ്രൂവ്. ഐ വിൽ ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. ഞാനിപ്പോൾ അതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കാൻ തയ്യാറാണ്. അതായത് ഈസ് ഓഫ് ഡൂയിങ്ങിൽ റാങ്ക് 1 കേരളത്തിനാണ് എന്ന് കേന്ദ്ര സർക്കാർ എവിടെയും പറഞ്ഞിട്ടില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇത് CPM സർക്കാരിന്റെയും CPM പാർട്ടിയുടെയും ഒരു തന്ത്രവും അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയാണ്. കഴിഞ്ഞ ഗവൺമെന്റിൽ ഇവർ ഈ പണി ചെയ്തത് കോവിഡുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിന് നേതൃത്വം നൽകിയത്, അതിന് മുമ്പിൽ നിന്നത് നമ്മുടെ ആരോഗ്യമന്ത്രി KK ശൈലജയായിരുന്നു. എന്തൊക്കെയായിരുന്നു കോവിഡിനെ സംബന്ധിച്ച്? കേരളം നമ്പർ 1, ലോകത്ത് നമ്പർ 1, കോവിഡിന്റെ ഏറ്റവും വലിയ പ്രതിരോധം തീർത്തത്. അമേരിക്കയിൽ നിന്ന് പോലും ആളുകൾ എന്നെ വിളിക്കുന്നു, എന്നോട് ചോദിക്കുന്നു ഇപ്പൊ അവസാനം വന്നപ്പോൾ, കോവിഡിന്റെ അവസാനം വന്നപ്പോൾ ബാക്കി വന്ന എന്താണ്? കോവിഡിന്റെ സമയത്ത് നടത്തിയ കൊള്ളയാണ് അവസാനം നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത്. ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ നടന്ന കേരളത്തെ ലോകത്തെ ഏറ്റവും വലിയ കോവിഡ് പ്രതിരോധം നടത്തിയ സംസ്ഥാനമായി, സർക്കാരായി, മുഖ്യമന്ത്രിയായി, മന്ത്രിയായി അവതരിപ്പിച്ച പാർട്ടിയാണ് CPM. ഇപ്പോൾ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അവരുടെ അടുത്ത PR വർക്ക് അല്ലെങ്കിൽ അവരുടെ അടുത്ത പ്രചരണം എന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ അല്ലെങ്കിൽ വ്യാവസായിക മേഖലയിൽ കേരളം വലിയ വളർച്ച കൈവരിച്ചിരിക്കുന്നു, കേരളം മാറാൻ പോകുന്നു എന്നുള്ളതാണ്. ദിസ് ഇസ് അബ്സല്യൂട്ട്ലി റോങ്. ദിസ് ഇസ് മിസ്ലീഡിംഗ്, ഫാക്ച്വലി റോങ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി തരൂര് കോട്ട് ചെയ്തത് രാജീവിനെയായിപ്പോയി. കമ്മ്യൂണിസ്റ്റുകാരുടെ യഥാർത്ഥ സ്വഭാവം, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ യഥാർത്ഥ സ്വഭാവം ഒരുപക്ഷെ ശശി തരൂർ ഇതുകൊണ്ട് കൂടുതൽ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അവർ പറയുന്നതിനെയോ പ്രചരിപ്പിക്കുന്നതിനെയോ അപ്പടി വിശ്വസിക്കരുത് എന്ന ലെസൺ പ്രോബബിളി മൈ ലീഡർ ശശി തരൂർ ഒരുപക്ഷെ ഇതിൽ നിന്നും പഠിക്കുമായിരിക്കും. കാരണം കമ്മ്യൂണിസ്റ്റുകാർ പറയണ വിശ്വസിച്ച് പറയാൻ നിന്നാൽ ഇതാണ് അവസ്ഥ. ഞാൻ ഒരിക്കൽ കൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു, കേന്ദ്ര സർക്കാർ ഈസ് ഓഫ് ഡൂയിങ്ങിൽ കേരളം റാങ്കിങ്ങിൽ നമ്പർ 1 ആണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അത് ഈ സർക്കാരിന്റെയും ഈ വ്യവസായ മന്ത്രിയുടെയും ഒരു പ്രചരണത്തിന്റെ ഭാഗം മാത്രമാണ്. ആ ഭാഗം തരൂര് ഡ്രോ ചെയ്തത് മിസ്ലീഡിംഗ് ആയിപ്പോയി. ബട്ട് ഹീസ് ജസ്റ്റിഫൈഡ്. കാരണം അദ്ദേഹം ലേഖനം എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് രാജീവ് പറഞ്ഞത് ശരിയാണെങ്കിൽ എന്ന് പറഞ്ഞാണ് പറഞ്ഞത്. ദ അതർ പാർട്ട് ഐ ഡിഡ്ന്റ് ചെക്ക്. ഐ മീൻ സ്റ്റാർട്ടപ്സിനെ കുറിച്ചുള്ള കാര്യത്തിൽ ഞാൻ ഒപ്പീനിയൻ പറയുന്നില്ല. പക്ഷേ തരൂരിന്റെ ലേഖനവുമായി ബന്ധപ്പെട്ട കോൺട്രോവേഴ്സിയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇതിനേക്കാളൊക്കെ കേരളം ചർച്ച ചെയ്യേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ തരൂരിന്റെ ആ സ്റ്റേറ്റ്മെന്റിനെ ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വുഡ് ബി ദ മോസ്റ്റ് ഹാപ്പി. തരൂരിന് മിസ്റ്റേക്ക് പറ്റുന്നത്, തരൂർ ഈസ് ജസ്റ്റിഫൈഡ് ബട്ട് ഹി കോട്ടഡ് എ മിസ്ലീഡിംഗ് ഫാക്ട്. രാജീവിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ രാജീവ് പറഞ്ഞത് സത്യമാണെങ്കിൽ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനും ആ ഉള്ളിലൊരു സംശയത്തിന്റെ പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സംശയം 100% കറക്റ്റാണ്. ഞാൻ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട മറുപടി പറയാനിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാനിത് പറഞ്ഞതിന് രാജീവിന്റെ കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതിന് പിറ്റേ ദിവസം പറയാനിരുന്നപ്പോഴാണ് സഭ അടിച്ചു പിരിഞ്ഞു പോയത്. അതുകൊണ്ട് കേരള സമൂഹത്തിന് മുമ്പിൽ കേന്ദ്ര സർക്കാർ, ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു, കേരള സർക്കാരിന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ റാങ്കിങ് 1 കേരളമാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു റാങ്കിങ് നടന്നിട്ടുമില്ല. അത് പ്രൂവ് ചെയ്യേണ്ട വന്നാൽ ഞാൻ കേരള സമൂഹത്തിന് മുമ്പിൽ പ്രൂവ് ചെയ്യും. അതല്ലെങ്കിൽ അത് ഡിനൈറ്റ്, അല്ലെങ്കിൽ ലെറ്റ് ഹിം ഷോ, കേരളത്തോട് കാണിക്കാലോ ദിസ് സെൻട്രൽ ഗവൺമെന്റ് ഹാസ് ഇഷ്യൂഡ് റാങ്ക് നമ്പർ 1 ടു us എന്ന് കാണിക്കാലോ രാജീവിന്. രാജീവ് അത് അങ്ങനെയുള്ള അദ്ദേഹം പറഞ്ഞേക്കണേ. അതുകൊണ്ട് ഞാൻ ആ സെന്റൻസ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അദ്ദേഹം ഫസ്റ്റ് സെന്റൻസ്, ഐ മീൻ താങ്ക്ഫുള്ളി അതിൻ്റെ അദ്ദേഹം റൈറ്റിംഗിൽ ഇതാണ്, നമ്മൾ ആരെയാണോ കോട്ട് ചെയ്യുന്നത് മെൻഷൻ ചെയ്യും. ഇഫ് ട്രൂ ആൻഡ് നോട്ട് ജസ്റ്റ് ഹൈപ്പർബോൾഡ്, ദിസ് ഈസ് ആൻ അസ്റ്റോണിഷിംഗ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ആസ് രാജീവ് പോയിന്റഡ് ഔട്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് ആ ലേഖനത്തിൽ. രാജീവിന് വിശ്വസിച്ചതാണ് തെറ്റ്, അല്ലെങ്കിൽ രാജീവ് പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിച്ചത് അത് മിസ്ലീഡിംഗ് ആയിപ്പോയി. അപ്പം ഞങ്ങൾ സാധാരണഗതിയിൽ അദ്ദേഹത്തോട് ഞാൻ പറയേണ്ട ആളല്ല. ഞങ്ങളൊക്കെ JNUവിൽ പഠിക്കുമ്പോൾ സാറന്മാർ പറയായിരുന്നു, നിങ്ങൾക്ക് എവിടെ നിന്നും കോട്ട് ചെയ്യാം, പക്ഷെ കോട്ട് ചെയ്യുന്നത് റിലയബിൾ സോഴ്സസ് എന്നായിരിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സ്, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്സ് ആർ നോട്ട് റിലയബിൾ സോഴ്സസ്.